ഘർഷം ടി വി യുഗ്മ സ്റ്റാർ സിംഗർ സീസൺ 2 അടുത്ത കണ്ടസ്റ്റന്റ് എത്തുന്നു, സ്മൃതി സുരേഷ്. സ്മൃതി, ഏത് ഗാനമാണ് പാടാൻ പോകുന്നത്? രാജഹംസമേ. ഭരതൻ ചിത്രമായ ചമയം എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി ജോൺസൺ മാസ്റ്റർ ഈണം പകർന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വാനമ്പാടി KS ചിത്ര ആലപിച്ച രാജഹംസമേ എന്ന ഗാനമാണ് സ്മൃതി ഇവിടെ ആലപിക്കാൻ പോകുന്നത്. സ്മൃതി, ഓൾ ദി ബെസ്റ്റ്. രാജഹംസമേ മഴവിൽ കൊടിയിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കു മിണ്ടുമോ? ഇവിടെ എൻ്റെ സ്നേഹഗായകൻ. ഓ
സ്മൃതി സതീഷ് എങ്ങനെ പാടി? കുറച്ച് കുഴപ്പങ്ങളുണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നോ? നല്ലോണം ഉണ്ടായിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് അഭിപ്രായം ചോദിക്കാം. ഭഗത്, സുഖാണോ? ഓ സുഖാണോ? ഓ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയും. നമ്മൾ എപ്പോഴും നെർവസ് ആണെങ്കിൽ നെർവസ് ആണെന്ന് തന്നെ വിചാരിക്കുക. എപ്പോഴും മറച്ചു വെക്കാൻ ശ്രമിക്കരുത്. നെർവസ് ആണെങ്കിൽ നെർവസ് ആണ്. പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി പാട്ടിലേക്ക് കിടക്കാം. ഓ നല്ല ഫീൽ ഉണ്ടായിരുന്നു ചേച്ചി പാടി. കൊള്ളായിരുന്നു. താങ്ക്സ്. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാട്ടാണിത്. കാരണം വെച്ചാൽ ഇതിൽ ഒരുപാട് ലോ നോട്ട്സ് വരുന്നുണ്ട്. ലോ നോട്ട്സും വരുന്നുണ്ട്, ഹൈ നോട്ട്സും വരുന്നുണ്ട്. ലോ നോട്ട്സിൽ നമ്മൾ പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് നോട്ടുകളൊക്കെ നിർത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്രുതിയിൽ ശരിക്കും നിർത്തണമെങ്കിൽ. ജലദോഷമുണ്ടോ ചേച്ചി? കുറച്ച് ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രുതി ചേരില്ല. ശരിക്കും പറഞ്ഞിരിക്കാൻ ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യണമെന്നാണ്, പാടാൻ പാടില്ല എന്നാണ് കേട്ടോ. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് എൻഡിങ് നോട്ട്, പിച്ചിങ് ആയിരുന്നു മെയിനായിട്ട്. ലാൻഡിങ് നോട്ട് നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ഒരു കാര്യം, ഇതിൽ നിറയാൻ എന്നാണോ നിറയൂ എന്നാണോ? ഇത് എഴുതിയിരിക്കുന്നത് നിറയാൻ എന്നാണ്. എനിക്കറിയില്ല ഈ പാട്ട് ശരിക്കും. ഞാൻ പഠിച്ചത് തെറ്റായിരിക്കാം. പറയാൻ പറ്റില്ല. കാരണം ഇത് ഡൗൺലോഡ് ചെയ്ത ലിറിക്സ് ആണെങ്കിൽ ഒരു പക്ഷെ തെറ്റാനും സാധ്യതയുണ്ട്. കേട്ട് പഠിച്ചതല്ലേ നിങ്ങൾ? കേട്ട് പഠിച്ചത്. ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ മതി നേരത്തെ കേട്ടോ. സണ്ണി സാർ. സ്മൃതി വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. ഫഹദ് പറഞ്ഞ പോലെ നമ്മൾ ഓരോ നോട്ടുകളും ഒരു പാട്ട് സഞ്ചരിക്കുന്നത്, ഓരോ ലൈനും സഞ്ചരിക്കുന്നത് ഓരോ റൂട്ടുകളിൽ കൂടിയാണ്. ആ റൂട്ട് മുകളിലേക്കും പോകുന്നു, താഴേക്കും വരുന്നുണ്ട്. അപ്പോൾ എടുക്കുന്നതിൻ്റെ ക്ലാരിറ്റി പോകാൻ പാടില്ല. പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ചില ഭാഗങ്ങളിൽ അല്പം ശ്വാസം വിട്ട് പാടിയിട്ടുണ്ട്. ഓന്നെടുത്തെടുത്ത് ചില പശു വന്നിട്ടുണ്ട്. രാജഹംസമയുടെ ഫസ്റ്റ് ലൈൻ എങ്ങനെയാണ് എടുക്കുന്നത്? ഒന്ന് സിമ്പിളി ഒന്ന് പാടിക്കാണിച്ചേ. താഴെ വരട്ടെ, അവിടെ ഇറങ്ങി വരണം. രാജഹംസമേ ആ, അതുപോലെ തന്നെ ഇവിടെ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ എന്നെടുത്തേ. സ്നേഹഗായകൻ, അത് കഴിഞ്ഞാൽ ഓ. അതിങ്ങനെ തട്ടി തട്ടി വരുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അത് ശരിയായിട്ടില്ല കേട്ടോ. അവിടെ രാജഹംസമേ പിന്നെ എടുക്കുകയല്ലേ, രാജഹംസമേ എന്ന് അങ്ങനെ എടുത്തു അല്ലേ? ശരിയല്ലേ? അവിടെ ശ്വാസം വിട്ട് ആണ് എടുത്തത്. രാജഹംസമേ എന്നുള്ള ഒന്നിച്ച് പോകേണ്ടതാണ്. നാഥ വരുമോ പറയൂ, അവിടെ ഒരു ത്രോ വന്നിട്ടില്ല. അവിടെ ഒന്നെടുക്കാമോ? നാഥൻ വരുമോ പറയൂ പറയൂ, അവിടെ ഫീൽ കൊടുത്ത് പാടണം. അല്പം കൂടെ ഫീൽ വരാം പറ്റും. പക്ഷെ ജലദോഷക്കോളായിരിക്കാം, വെതറിൻ്റെ മോശം കൊണ്ടായിരിക്കാം. അടുത്ത സ്റ്റാൻസയിലെ ബന്ധന ഇതെടുത്തില്ലേ, എൻ്റെ സ്നേഹ ഒന്ന് പഠിക്കത്. എൻ്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും. അവിടെ ഒരക്ഷരം പറഞ്ഞ ബന്ധനമാക്കൂന്നായിപ്പോയി ആദ്യം പാടിയത്. ശരിയല്ല? രണ്ടാമത് പാടിയപ്പോൾ ശരിയായി. ആദ്യം പാടിയപ്പോൾ ബന്ധനമാക്കുമൻ, മാക്കു അല്ല ബന്ധനമാക്കുമൻ എന്ന് മതി. ആദ്യത്തെ സിമ്പിളി കാ മതി. പൊതുവെ എത്രയോ കുറവായിരുന്നു. നമുക്ക് എടുത്തു പാടാനുള്ള എനർജിയുടെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അല്പം നേസൽ വോയിസ് ചില ഭാഗങ്ങളുണ്ട്. പിന്നെ ശ്രുതി, അതിനെ ഇപ്പം ഭഗത് പറഞ്ഞ പോലെ തന്നെ ഈ ജലദോഷക്കോളൊക്കെ ഉണ്ടെങ്കിൽ ശ്രുതി ചേരാൻ ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മൾ എത്ര ശ്രമിച്ചാലും അപ്പം അതിൻ്റേതായ ചില ഏരിയയിൽ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ടോട്ടലി ഏകദേശം അത്ര പ്രതീക്ഷിക്കാം. അത്ര എക്സ്പെക്ട് ചെയ്യാനില്ല. ഫഹദ് സാറോട് ചോദിക്കാം. ഏകദേശം ഞാൻ ഒരു 37 തരട്ടെ, കൂടുതൽ വേണോ? താങ്ക് യു. ഒരു 2 മാർക്ക് കൂടെ കൂട്ടിയിടാം. 39. ഓക്കെ, താങ്ക് യു. താങ്ക്സ്.